നമസ്കാരം. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളിയായ CJ റോയിയുടെ സംസ്കാരം ഇന്നലെ നടന്നു. കേവലം 57 വയസ്സിനിടയിൽ ഒരു സംരംഭകൻ എന്ന നിലയിൽ അതിശക്തമായ സാന്നിധ്യമായി മാറിയ റോയി ഒരു 25 കൊല്ലം കൂടിയെങ്കിലും തൻ്റെ കഴിവ് ലോകത്തിന് മുൻപിൽ കാണിക്കാൻ സമയം ബാക്കി വെച്ചിരിക്കവെയാണ് ആരോടോ വാശി തീർക്കാൻ വേണ്ടി ജീവനൊടുക്കിയത്. റോയിയുടെ മരണകാരണം എന്ത് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ഔദ്യോഗികമായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ഇതേക്കുറിച്ച് പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സമ്മർദ്ദം മരണകാരണമാണ് എന്ന് മകനും ഇന്നലെ ആരോപണം ഉന്നയിച്ചു. എന്നാൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ തന്നെ ദുർബലമാക്കുന്നതാണ് റോയി ജീവൻ നഷ്ടപ്പെടുത്താൻ തെരഞ്ഞെടുത്ത വഴി. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റോയിയെ തടഞ്ഞു വയ്ക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിരുന്നെങ്കിൽ റോയിക്ക് തൻ്റെ മൊബൈൽ ഫോണോ തോക്കോ ഉപയോഗിക്കാൻ കഴിയില്ലായിരുന്നു എന്നത് വ്യക്തമാണ്. എന്ന് മാത്രമല്ല, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പൊതുവെ ആരെയും ജയിലിൽ അടയ്ക്കാറില്ല, അറസ്റ്റ് ചെയ്യാറില്ല. അവർക്ക് പിഴയടയ്ക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കി കൊടുക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയിരുന്നെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. ആരെയും ഭീഷണിപ്പെടുത്താനും ജയിലിലടയ്ക്കാനും കഴിയുന്ന തരത്തിലാണ് EDയുടെ നിയമസംഹിതകൾ ഉള്ളത്. മഹാഭാഗ്യത്തിനാണ് EDക്ക് പകരം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തിയത് എന്ന് പറയുന്നതായിരിക്കും ഉചിതം. രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായി നടന്ന റെയ്ഡിനെതിരെ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇത്തരം റെയ്ഡുകൾക്ക് ഇരയാകുന്നവർ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നു. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി ആയതുകൊണ്ട് അവർ ആവേശത്തോടുകൂടി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. മലയാളിയായ കൃഷ്ണപ്രസാദ് എന്ന ജോയിന്റ് കമ്മീഷണർ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരെയൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞു. പോലീസ് ഇതുവരെ വ്യക്തമായ ഒരു സൂചനയും നൽകിയിട്ടില്ല. ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ പോലീസ് കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ഓഫീസിൽ പരിശോധനയിലായിരുന്നു. നിയമവിരുദ്ധമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് ഉറപ്പാണ്. സംഭവം മുതലെടുക്കാൻ വേണ്ടി കോൺഗ്രസ് CPM നേതാക്കൾ ഇപ്പോൾ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. രാഷ്ട്രീയമായ വിരുദ്ധ നിലപാടുണ്ട് എന്നതുകൊണ്ട് മാത്രം ഇവിടെയുള്ള ഒരു വലിയ വ്യവസായിയെ അടിച്ചോടിച്ച വ്യവസായ മന്ത്രി P രാജീവും കൂട്ടരും കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ പീഡനത്തിന്റെ പേര് പറഞ്ഞ് രംഗത്ത് വരുന്നു. ഇവരൊക്കെ മറന്നുപോകുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് വീഴ്ച പറ്റുകയും ഒരാൾ നികുതി വെട്ടിച്ചോ മറ്റ് നിയമവിരുദ്ധ പ്രവൃത്തി ചെയ്തോ അതിൻ്റെ ഭാഗമായി നാടുവിടുകയോ ചെയ്താൽ ഇവരൊക്കെ മോദിയെയും കൂട്ടരെയും തെറിവിളിക്കുമെന്നതാണ്. നീരവ് മോദിയുടെയും ലളിത് മോദിയുടെയും വിജയ് മല്യയുടെയും ഒക്കെ പേരിൽ ഇപ്പോഴും മോദി തെറി കേൾക്കുന്നുണ്ട് എന്നത് മറന്നു പോകരുത്. അങ്ങനെ ഒരാൾ നാട് വിട്ടാൽ അവർക്കെതിരെ തെറിവിളിക്കുന്നവർ തന്നെയാണ് ഇപ്പോൾ ഒരാളെ ചോദ്യം ചെയ്യാൻ തുനിഞ്ഞപ്പോഴും തെറിവിളിക്കുന്നത്. ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത. അവസരം നോക്കി അവർ അവരുടെ രാഷ്ട്രീയം പുറത്തെടുക്കും. 57 വയസ്സ് മാത്രമുള്ള റോയിയുടെ ജീവിത കാഴ്ചപ്പാട് തന്നെ വേഗത്തിൽ മരണമെത്തിയാലും കുഴപ്പമില്ല എന്നതായിരുന്നു എന്ന് റോയിയുടെ സംഭാഷണങ്ങൾ കണ്ടവർക്കറിയാം. തനിക്ക് ജീവിതത്തിൽ ഇനി ഒന്നും പൂർത്തിയാക്കാനില്ല, എല്ലാം പൂർത്തിയായിരിക്കുന്നു, എല്ലാം ചെയ്തിരിക്കുന്നു, ഏതു നിമിഷവും മരണത്തെ പ്രതീക്ഷിക്കുന്നു, സന്തോഷത്തോടെ മരണത്തെ സ്വീകരിക്കുമെന്ന് റോയി തന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും പെട്ടെന്ന് മരണം തിരഞ്ഞെടുക്കാൻ റോയി തീരുമാനിച്ചത് എന്തുകൊണ്ട് എന്നത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. റോയി അനാഥമാക്കിയത് റോയിയുടെ കുടുംബത്തെ മാത്രമല്ല, ആയിരക്കണക്കിന് ജീവനക്കാരടങ്ങുന്ന കോൺഫിഡന്റ് ഗ്രൂപ്പിനെ കൂടിയാണ്. ഇന്നലെ റോയിയുടെ അന്ത്യശുശ്രൂഷ ചടങ്ങിലൂടെ ഞാൻ കടന്നു പോവുകയായിരുന്നു. വാസ്തവത്തിൽ എനിക്ക് സങ്കടവും അത്ഭുതവും ഒരുപോലെ അനുഭവപ്പെട്ടു. അത്ഭുതം അനുഭവപ്പെട്ടത് റോയിയെ സംസ്കരിച്ചത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ആഡംബര റിസോർട്ടിലാണ് എന്നതാണ്. അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ മൃതദേഹം പള്ളിയിൽ പ്രാർത്ഥന ശുശ്രൂഷകൾക്ക് വേണ്ടി കൊണ്ടുപോയത്. പക്ഷെ അവിടെ നിന്നും അദ്ദേഹത്തിൻ്റെ മൃതദേഹം അദ്ദേഹം താമസിക്കാൻ ആഗ്രഹിച്ചിരുന്ന റിസോർട്ടിലേക്ക് കൊണ്ടുപോവുകയും റിസോർട്ടിൽ മറവ് ചെയ്യുകയുമാണ് ചെയ്തത്. ഇതെന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഒരു ക്രൈസ്തവനെ സംസ്കരിക്കേണ്ടത് പള്ളി സെമിത്തേരിയിലാണ്. അയാൾ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ദരിദ്രനാണെങ്കിലും ഒരേ സെമിത്തേരിയിൽ തന്നെ അടക്കുന്നതാണ് ക്രൈസ്തവ രീതി. പിന്നെ എന്തുകൊണ്ടാണ് ക്രൈസ്തവാചാരപ്രകാരം റോയിയെ സ്വന്തം റിസോർട്ടിൽ അടക്കാൻ തീരുമാനിച്ചത് എന്ന് എനിക്ക് മനസ്സിലായിട്ടേയില്ല. ഇത് തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പണ്ടൊക്കെ പള്ളികളിൽ തെമ്മാടിക്കുഴി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് കുറ്റവാളികളെയും ആത്മഹത്യ ചെയ്തവരെയുമായിരുന്നു. എന്നാൽ സമ്പന്നരൊക്കെ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവരെ തെമ്മാടിക്കുഴിയിൽ അടക്കുന്നത് നാണക്കേടായതുകൊണ്ട് സാധാരണ സെമിത്തേരിയിലേക്ക് മാറ്റി. ഇത് വിവാദമായതോടെ തെമ്മാടിക്കുഴി തന്നെ അപ്രസക്തമായി. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ആത്മഹത്യ ചെയ്യുന്നത് പാപമാണ്. അതുകൊണ്ടാണോ റോയിയെ പള്ളിയിൽ അടക്കാതെ റിസോർട്ടിലേക്ക് അടക്കിയതെന്ന് വ്യക്തമല്ല.
എന്തായാലും മതപരമായ ചടങ്ങുകൾ ലംഘിച്ചുകൊണ്ടുള്ള ഈ സംസ്കാരം കൂടുതൽ ആത്മീയമായ ചർച്ചകൾക്ക് വഴിതെളിക്കുമെന്ന് തീർച്ചയാണ്. എന്നെ സങ്കടപ്പെടുത്തിയത് അതൊന്നുമല്ല. റോയി ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് സൗഹൃദങ്ങളുണ്ടായിരുന്നു, ചങ്ങാതിമാരുണ്ടായിരുന്നു. രാഷ്ട്രീയ രംഗത്തെയും സിനിമാ രംഗത്തെയും ഒക്കെ പ്രമുഖരുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സുനിൽ എന്ന മാധ്യമപ്രവർത്തകന്റെ ഒരു വീഡിയോ ഞാൻ കാണുകയായിരുന്നു. സുനിൽ റോയിയുടെ മുമ്പിലിരിക്കുമ്പോൾ റോയിയെ CPMന്റെ ഒരു മുതിർന്ന നേതാവ് വിളിച്ചെന്നും ഇപ്പോൾ വരുന്ന ആളുടെ കയ്യിൽ 25 ലക്ഷം രൂപ കൊടുത്തുവിടണമെന്ന് പറഞ്ഞെന്നും അദ്ദേഹം പറയുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ആ 25 ലക്ഷം രൂപ അപ്പോൾ തന്നെ റോയി കൊടുത്തുവിട്ടെന്നും ഈ മാധ്യമപ്രവർത്തകൻ പറയുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ റോയിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. അത് സകല രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സകല മത നേതാക്കളും സകല മാധ്യമ സ്ഥാപനങ്ങളുമുണ്ട്. ഒരുപക്ഷെ റോയിയുടെയോ ഇത്തരത്തിലുള്ള സമ്പന്നരുടെ ആരുടെയുമോ സഹായം കൈപ്പറ്റാത്ത അപൂർവം മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്ന് മറുനാടനാവും. ബാക്കി എല്ലാവരും ചെറുകിട മാധ്യമ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും റോയിയെ പോലുള്ള സമ്പന്നരെ കണ്ട് എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റും. മാധ്യമ പ്രവർത്തകർ ഇക്കാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. ഇവർക്കൊക്കെ റോയി വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. പല ചാനൽ പരിപാടികളുടെയും സ്പോൺസർ റോയി ആയിരുന്നു. മരണസമയത്ത് ഈ ചാനൽ മുതലാളിമാരൊക്കെ കണ്ണീരൊഴുക്കുന്നത് കണ്ടു. മലയാള സിനിമയിലെ ഒട്ടുമിക്ക പ്രമുഖരും റോയിയുടെ ആതിഥേയത്വം സ്വീകരിച്ചിട്ടുണ്ട്. റോയിയുടെ ദുബായിലെ വസതിയിൽ കൂടെ ആഡംബര പാർട്ടി നടക്കുമായിരുന്നത്രേ. ആ ആഡംബര പാർട്ടിയിൽ പങ്കെടുത്ത് മദ്യപിക്കുന്നതിനും വിരുന്നുണ്ണുന്നതിനും ജീവിതം ആഘോഷിക്കുന്നതിനുമൊക്കെ മത്സരിച്ച ആളായിരുന്നു. റോയി ക്ഷണിച്ചാൽ അത് ഭാഗ്യമെന്ന് കരുതുന്ന പ്രമുഖർ പലരുമുണ്ടായിരുന്നു. അവരുടെ ആരുടെയെങ്കിലും മുഖം റോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന കൂട്ടത്തിലുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു നോക്കി. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. 3 മുഖങ്ങൾ മാത്രമാണ് എനിക്ക് പരിചയമായി ഉണ്ടായിരുന്നത്. VK പ്രകാശ് എന്ന സംവിധായകൻ, ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ്, മിഥുൻ രമേശ് എന്ന ചാനൽ അവതാരകൻ. ഈ 3 പേരല്ലാതെ അറിയപ്പെടുന്ന ഒരാളുടെയും മുഖം അവിടെ ഞാൻ കണ്ടില്ല. കേരളത്തിൽ 140 MLA-മാരും അനേകം മന്ത്രിമാരും മുഖ്യമന്ത്രിയുമുണ്ട്. കേരളത്തിൽ അനേകം രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മുഖ്യമന്ത്രി പദ മോഹികളുമുണ്ട്. ഇവരാരും തന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. കോൺഗ്രസ് പാർട്ടിയെ അകമഴിഞ്ഞ് സഹായിച്ചിട്ടുള്ള റോയിയെ കാണാൻ കർണാടക മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ എത്തിയില്ല. ആകപ്പാടെ എത്തിയത് ഒരു ഗതാഗത മന്ത്രി മാത്രമാണ്. റോയിയോടൊപ്പം ഉണ്ടുമുറങ്ങിയും കഴിഞ്ഞ ഒരു സിനിമക്കാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. റോയിയോട് ലക്ഷങ്ങൾ എണ്ണി വാങ്ങിയ ചാനൽ മുതലാളിമാരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. വളരെ അത്ഭുതകരമായിരുന്നു ഈ നിസ്സംഗത. ഇതാണ് നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത. ഒരാൾക്ക് സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ അയാളുടെ ഉറ്റവർക്കാർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അവിടേക്ക് VVIPകൾ ഒഴുകിയെത്തും. എന്നാൽ ആ പ്രധാനപ്പെട്ട ആൾ തന്നെയാണ് മരിച്ചുപോയതെങ്കിൽ, അധികാരവും പണവും സ്വാധീനവുമുള്ളയാൾ ഇല്ലാതായെങ്കിൽ ആരും തിരിഞ്ഞു നോക്കില്ല. റോയി മരിച്ച സ്ഥിതിക്ക് ഇനി ആരെ ബോധിപ്പിക്കാനാണ് ബംഗളൂരു വരെ പോകുന്നത് എന്നതായിരിക്കും ഇവരുടെയൊക്കെ ചോദ്യം. ഇതാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത. അധികാരവും സ്വാധീനവും ഇല്ലെങ്കിൽ എത്ര വലിയവനാണെങ്കിലും ആരും തിരിഞ്ഞു നോക്കില്ല. CJ റോയിയുടെ നക്കാപ്പിച്ച വാങ്ങി ഭുജിച്ചവരൊക്കെ പുറം തിരിഞ്ഞു നടക്കുന്ന ഭയപ്പെടുത്തുന്ന കാഴ്ച. മനുഷ്യജീവിതം ഇത്രയുമേ ഉള്ളൂ എന്ന് തിരിച്ചറിയുക. കേവലം 57-ാമത്തെ വയസ്സിൽ ജീവൻ ഒടുക്കിയ CJ റോയിക്ക് ഇല്ലാത്തതായി ഒന്നുമുണ്ടായിരുന്നില്ല. സ്വന്തം വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന, മാറി മാറി സഞ്ചരിക്കാൻ അനേകം റോൾസ് റോയ്സുകളും ബുഗാട്ടിയും ലംബോർഗിയും ഒക്കെ ഉണ്ടായിരുന്ന റോയി സുപ്രഭാതത്തിൽ ജീവൻ എടുക്കാൻ തീരുമാനിച്ചപ്പോൾ എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു. റോയിയെ ചുറ്റിപ്പറ്റി ഉണ്ടാകാനിടയുള്ള കേസുകളും അന്വേഷണങ്ങളുമൊന്നും തങ്ങളെ ബാധിക്കരുതേ എന്ന സുരക്ഷാബോധമായിരിക്കാം ഈ അകൽച്ചയുടെ കാരണം. ധനം സമ്പാദിക്കുന്നവർ, ജീവിതം ആഘോഷിക്കുന്നവർ, വലിയ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കുന്നവർ ഒക്കെ ഓർക്കുക, മരണം ഏതു നിമിഷവും സംഭവിക്കാം. മരിച്ചു കഴിഞ്ഞാൽ ആരും തിരിഞ്ഞു നോക്കുക പോലുമില്ല. അവർ അവരുടെ ഉത്തരവാദിത്വവുമായി ഓട്ടത്തിലായിരിക്കുമെന്ന്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ കുറച്ചുകൂടി സമൂഹത്തോടെ, ലോകത്തോടെ, പാവങ്ങളോടെ, മനുഷ്യരോട് സ്നേഹവും കരുണയുമുള്ളവരായി ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരും.